മലയാറ്റൂർ ട്രസ്റ്റിന്റെ ഭാരവാഹികളാണ്. ഇത് ഡോക്ടർ വി കെ ജയകുമാർ, ശബരിഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാനും സ്ഥാപകനും മലയാറ്റൂർ ട്രസ്റ്റിന്റെ ചെയർമാനുമാണ്. ഞാൻ അനീഷ് കെ ഐലറ, മലയാറ്റൂർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. മലയാറ്റൂർ ട്രസ്റ്റ് മലയാറ്റൂരിന്റെ പേരിൽ ഒരു സാഹിത്യ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയാറ്റൂർ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1997 ഡിസംബർ 27 മലയാറ്റൂർ ദിവംഗതരാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്മരണ എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടി ഡോക്ടർ വി കെ ജയകുമാർ ശബരിഗിരി, കെ ജയകുമാർ IAS എന്നിവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സാംസ്കാരിക സാഹിത്യ പ്രസ്ഥാനമാണ് മലയാറ്റൂർ ട്രസ്റ്റ്. മലയാറ്റൂർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങൾക്ക് കഴിഞ്ഞ 17 വർഷമായി, ഇത് 18ാമത്തെ അവാർഡ്, 17 വർഷമായി മലയാറ്റൂർ അവാർഡുകൾ കൊടുത്തു വരികയാണ്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് മലയാറ്റൂർ അവാർഡ്. മലയാറ്റൂർ പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ്. ഈ വർഷം മലയാറ്റൂർ അവാർഡിന് പുസ്തകങ്ങൾ ക്ഷണിച്ചപ്പോൾ ഏകദേശം 200-ലധികം പുസ്തകങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഈ 200-ലധികം പുസ്തകങ്ങളിൽ നിന്ന് 2 ലെവൽ സ്ക്രീനിങ് നടത്തി 10 പുസ്തകങ്ങൾ വെച്ച് തിരഞ്ഞെടുത്ത് ഫൈനൽ ജഡ്ജിങ് കമ്മിറ്റിക്ക് കൊടുത്തു. അപ്പോൾ മലയാറ്റൂർ അവാർഡിനും മലയാറ്റൂർ പ്രൈസിനും ധാരാളം പുസ്തകങ്ങളാണ് വന്നത്. അപ്പോൾ അതില് ആദ്യത്തെ ഒരു ലെവലില് സ്ക്രീനിങ് കഴിഞ്ഞു. പിന്നെ 2ാമത്തെ ഒരു ലെവൽ സ്ക്രീനിങ്, 3ാമത്തെ ലെവലിൽ സ്ക്രീനിങ്ങിലുള്ള ഫൈനൽ ജഡ്ജിങ് കമ്മിറ്റി ആയിട്ട് വന്നത് ഡോക്ടർ കെ ജയകുമാർ IAS ചെയർമാൻ, ഡോക്ടർ ജോർജ് ഓണക്കൂർ, അതുപോലെ തന്നെ ഡോക്ടർ വി കെ ജയകുമാർ, പിന്നെ ഞാനും ചേർന്നിട്ടുള്ള ഒരു 4-അംഗ കമ്മിറ്റിയാണ് ഈ ഫൈനലായിട്ടുള്ള മലയാറ്റൂർ അവാർഡിന്റെയും മലയാറ്റൂർ പ്രൈസിന്റെയും ജേതാക്കളെ തെരഞ്ഞെടുത്തത്. മലയാറ്റൂർ അവാർഡിന്റെയും മലയാറ്റൂർ പ്രൈസിന്റെയും അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുകയാണ്. അത് പ്രഖ്യാപിക്കുന്നതിനായി മലയാറ്റൂർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 17 വർഷമായിട്ട് കൃത്യതയോടെ എല്ലാ വർഷവും മലയാളത്തിലെ ഏറ്റവും നല്ല സാഹിത്യ പ്രസിദ്ധീകരണത്തിന് നൽകുന്ന അവാർഡാണ് മലയാറ്റൂർ അവാർഡ്. മലയാറ്റൂർ രാമകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് അദ്ദേഹവുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് മറ്റാരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഞാൻ തന്നെ മുന്നിട്ട് ഞങ്ങളുടെ ശബരിഗിരി എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ഉണ്ട് അഞ്ചലിൽ, അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ മലയാറ്റൂർ ട്രസ്റ്റ്, അതിൻ്റെ പേരിലാണ് ഈ അവാർഡ് നമ്മൾ ആരംഭിച്ചത്. അത് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരെല്ലാം തന്നെ, ഇപ്പോൾ ഇവിടെ നിന്ന് പോയ മധുസൂദനൻ നായർ കവി, അദ്ദേഹത്തിനും ഞങ്ങൾ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അവാർഡ് സേതുവിനായിരുന്നു. പിന്നെ M മുകുന്ദൻ, UA ഖാദർ, P മോഹനൻ, പെരുമ്പടവം ശ്രീധരൻ, KP രാമനുണ്ണി, N പ്രഭാകരൻ, ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട്, പ്രഭാവർമ്മ, V മധുസൂദനൻ നായർ, TD രാമകൃഷ്ണൻ, സതീഷ് ബാബു പയ്യന്നൂർ, സക്കറിയ, ജോർജ് ഓണക്കു, സജിൽ ശ്രീധർ, ബിനിയാമിൻ, കഴിഞ്ഞ വർഷം സാറ ജോസഫ്, ഇത്രയും പേർക്കാണ് മുൻ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, വളരെ നിഷ്പക്ഷമായിട്ട് നൽകുന്ന ഒരു അവാർഡാണ്. ഒരു മുൻവിധിയുമില്ലാതെ മെറിറ്റ് മാത്രം നോക്കി നൽകുന്നതാണ്. അതിൽ ഈ അത്ര സീനിയർ അല്ലാത്ത എഴുത്തുകാരുണ്ടല്ലോ, അവർക്ക് മലയാറ്റൂർ പ്രൈസ് എന്നൊന്ന് വെച്ചിട്ടുണ്ട്. അതിലും ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുത്തു. ഇപ്രാവശ്യത്തെ 18ാമത് അവാർഡ് ലഭിച്ചിരിക്കുന്നത് E സന്തോഷ് കുമാർ എഴുതിയ തപോമയിയുടെ അച്ഛൻ എന്ന ഈ നോവലിനാണ്. വളരെ നല്ല നോവൽ, വേറെ മറ്റ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 8 പതിപ്പോളം വന്നു കഴിഞ്ഞൊരു പുസ്തകമാണ്. ഫെഡറൽ ബാങ്ക് പുരസ്കാരം, അങ്ങനെ പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുള്ളതാണ്. ഇത് വളരെ നല്ലൊരു ഗ്രന്ഥമായിട്ട് ജഡ്ജിങ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. നമ്മുടെ പേട്രൺ കെ ജയകുമാർ സാറാണ്. കെ ജയകുമാർ സാറും ജോർജ് ഓണക്കൂർ സാറും ഞങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് തിരഞ്ഞെടുക്കുന്ന അവാർഡാണിത്. അപ്പോൾ ഈ തപോമയിയുടെ അച്ഛൻ, സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛനാണ് മലയാറ്റൂർ അവാർഡ്.
ഇനി മലയാറ്റൂർ പ്രൈസ്. മലയാറ്റൂർ പ്രൈസ് യുവ എഴുത്തുകാർക്ക് അത്ര തഴക്കം വന്ന വലിയ അല്ലാതെ പുതുതായിട്ട് ഏറ്റവും നന്നായിട്ട് വരുന്ന എഴുത്തുകാർക്ക് കൊടുക്കുന്നതാണ്. അതിപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് പ്രിയങ്കരനായ സലിം മാങ്കുഴിക്കാണ്. സലിം മാങ്കുഴി അദ്ദേഹത്തിൻ്റെ ആനന്ദലീല എന്ന പുസ്തകത്തിനാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് അനീഷ് പറയും. തീർച്ചയായിട്ടും ഈ അവാർഡുകൾ സെപ്റ്റംബർ അവസാനം ആണ് നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പുസ്തകങ്ങളുടെ പരിട്ട് മാത്രമല്ല, ഈ പുസ്തകങ്ങൾ എല്ലാവരും വായിക്കണമെന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് വളരെ നല്ല പിന്തുണയും സഹകരണവും നൽകിയ പ്രിയ ബഹുമാന്യായ ജയകുമാർ സാറിനും ഓണക്കൂർ സാറിനും പ്രത്യേകമായിട്ട് നന്ദി കൂടി ഞാൻ പ്രകടിപ്പിക്കുന്നു. ഈ മലയാറ്റൂർ ട്രസ്റ്റ് 18 വർഷമായി നടത്തുന്ന ഈ അവാർഡ് വിതരണത്തിന് മതിയായ മാധ്യമ ശ്രദ്ധ നൽകണം എന്ന് കൂടി വിനയമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അനീഷിന് ആ കൃതികളെ കുറിച്ച് പറയാം. മലയാറ്റൂർ അവാർഡിന് തിരഞ്ഞെടുത്തിരുന്ന പുസ്തകം തപോമയുടെ അച്ഛൻ എന്നുള്ള ഈ നോവലാണ്. ഈ സന്തോഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം. ഇരുത്തം വന്ന ഒരു നോവലിസ്റ്റും കഥാകൃത്തുമാണ്. അദ്ദേഹത്തിന്റെ അന്ധകാരനഴി തുടങ്ങി ധാരാളം കൃതികൾ, അമ്യൂസ്മെന്റ് പാർക്ക്, വാക്കുകൾ, അച്ഛൻ മഞ്ഞക്കാരൻ, അതുപോലെ തന്നെ 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു, ചാവുകളി, 3 വിരലുകൾ, നാരങ്ങകളുടെ ഉപമ, പാവകളുടെ വീട്, ഇതൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള രചനകളാണ്. അപ്പൊ ഈ പുസ്തകത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഭയാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട തപോമയി ബറുവയുടെ കഥ പറയുന്ന ഒരു നോവലാണ്. കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥികൾ ആയിരുന്നു തപോമയുടെ അച്ഛനായ ഗോപാൽ വർമ്മയും കുടുംബവും. അവരാദ്യം സുന്ദർബൻസിലെ ഒരു ദ്വീപിലേക്കും പിന്നീട് പ്രളയത്തിൽ ആ ദ്വീപ് മുങ്ങിയപ്പോ കൊൽക്കത്തയിലേക്കും പറിച്ചു നടപ്പെട്ടു. അവർ ബംഗാളി ബുദ്ധിസ്റ്റുകളായിരുന്നു. ധാരാളം പ്രയാസങ്ങള്, കഷ്ടപ്പാടുകളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, നെഞ്ചിൽ നെരിപ്പോടുമായി വാർദ്ധക്യം തള്ളി നീക്കുന്ന ഒരാളായിരുന്നു ഗോപാൽ വർമ്മ. ദുർഗ്രഹമായിട്ടുള്ള ഒരു പ്രാചീന ലിപിയിലാണ് ഒരു ഡയറി എഴുതി സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ഡയറിയും എഴുതാൻ ഉപയോഗിച്ച പ്രാക്തന ലിപിയും വായനക്കാരെ ഈ നോവലിലുടനീളം ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്. അങ്ങനെ 6 ദശകങ്ങളോളം നീളുന്ന അവരുടെ ജീവിതകഥ വളരെ വിഷാദാത്മകമായ ജീവിത സാഹചര്യത്തെ അവര് സ്ഥായിയായ പുഞ്ചിരിയോടെയും ദൃഢനിശ്ചയത്തോടെയും എങ്ങനെയാണ് നേരിട്ടതെന്ന് അതിസമർത്ഥമായി വരച്ചു കാട്ടുന്ന ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ. ഇതില് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, വിചിത്രമായിട്ടുള്ള മനുഷ്യബന്ധങ്ങൾ, വ്യത്യസ്തമായ പിതൃപുത്ര ബന്ധം, രഹസ്യങ്ങൾ കടത്തുന്ന ഗൂഢലിപികളുടെ ഒരു ഭാഷ, സങ്കടകരമായ ഭൂതകാലങ്ങളെ എങ്ങനെ സന്തോഷത്തോടെ നേരിടാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്ത, ഇതൊക്കെ ഈ സന്തോഷ് കുമാർ ഈ നോവൽ കോറിയിടുന്നുണ്ട്. വിചിത്രമായ അവരുടെ അനുഭവങ്ങളിലേക്ക്, ഗൂഢലിപിയിലേക്ക് ഒക്കെ വായനക്കാരെ കൊണ്ടുചെന്നെത്തിച്ച് ഒരു ഇന്ത്യൻ ഇതിഹാസത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ. അതുപോലെ തന്നെ ജഡ്ജിങ് കമ്മിറ്റി ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് കൽക്കത്തയുടെ തെരുവുകളിൽ മറയുന്ന അഭയാർത്ഥികളുടെ ജീവിത ചിത്രങ്ങൾ കോറിയിടുന്ന തപോമയുടെ അച്ഛൻ ആധുനിക മലയാള നോവലിന്റെ സങ്കീർണഗതികൾ ആവിഷ്കരിക്കുന്ന കൃതിയാണ്. മനുഷ്യ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതകൾ ചിത്രീകരിക്കുന്ന ഈ നോവൽ മലയാള സാഹിത്യത്തിൽ വേറിട്ട അസ്തിത്വം അടയാളപ്പെടുത്തുന്നുവെന്ന് ജൂറി വിലയിരുത്തി. അതുപോലെ തന്നെ ആനന്ദലീല, ഈ സലീം മാങ്കുഴി കഴിഞ്ഞ 3 പ്രാവശ്യം ഈ മലയാറ്റൂർ അവാർഡിന്റെ ഫൈനൽ ജഡ്ജിങ് സെലക്ഷനിൽ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള പേരാൾ എന്ന നോവല്, കഴിഞ്ഞ വർഷം എതിർവ, ഈ വർഷം ആനന്ദലീല, ഇതെല്ലാം വന്നു. അപ്പോൾ സാധാരണ നമ്മൾ
പുതുതലമുറയിലുള്ള എഴുത്തുകാർക്കാണ് ഈ മലയാറ്റൂർ പ്രൈസ് കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും വരുമ്പോഴും അവസാനത്തെ റൗണ്ടിൽ ഈ സലീൻ മാങ്കുഴി തള്ളിപ്പോകും. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നത് എതിർവായോട് ഒപ്പം വന്നത് സാറാ ജോസഫിന്റെ പുസ്തകമാണ്. അപ്പൊ സാറാ ജോസഫിനാണ് മലയാറ്റൂർ അവാർഡ് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഈ വർഷത്തെ മലയാറ്റൂർ പ്രൈസിനായിട്ട് തെരഞ്ഞെടുത്തത് സലീൻ മാങ്കുഴിയുടെ ആനന്ദലീലയാണ്. അപ്പോ ഈ പുസ്തകത്തെ കുറിച്ച് ആനന്ദലീലയ്ക്ക് മലയാള നോവൽ ശാഖലയിൽ സമാനമായിട്ടുള്ള മറ്റൊരു കൃതി ഇല്ല എന്നുള്ളതാണ് ജഡ്ജിങ് കമ്മിറ്റി വിലയിരുത്തിയത്. ഇതിന് മുൻമാതൃകകളൊന്നുമില്ല. ധീരമായിട്ടുള്ളൊരു ഭാവനയിലൂടെ ആണ് ഈ ആനന്ദലീല എഴുതിയിട്ടുള്ളത്. അതായത് 1924 പല്ലശ്ശന ബോട്ടപകടത്തിൽ മഹാകവി കുമാരനാശാൻ മരിക്കുന്നു. 1926 നിത്യഹരിത നായകനായിട്ടുള്ള പ്രേം നസീർ ജനിക്കുന്നു. അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ട് പോലുമില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ വിരാജിച്ച് അവയുടെ നെടുനായകത്വം വഹിച്ച് രണ്ട് നിലകളിൽ സൗഹൃദങ്ങളെ സ്വാധീനിച്ച പ്രതിഭകളാണ് ഇവ രണ്ടും. അപ്പൊ ഇവര് തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അവരെ ഭാവനാത്മകമായ കഥാപശ്ചാത്തലത്തിലും ജീവിതത്തിലും കെട്ടുകഥകളിലും ഇടകലർത്തി ആ മഹത് വ്യക്തിത്വങ്ങളെ സർഗഭാവനയുടെ ഊർജം കൊണ്ട് സംയോജിപ്പിക്കുകയാണ്, വിളക്കി ചേർക്കുകയാണ് ഈ നോവലിലൂടെ സലീൻ മാങ്കുഴി ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവലായിട്ടാണ് രണ്ട് പ്രതിഭകളുടെ ജീവിതങ്ങളെ കൂട്ടിയിണക്കുന്ന അസാമാന്യ സർഗശക്തിയുള്ള അതുല്യമായ രചനാ വൈഭവവും പ്രദർശിപ്പിക്കുന്ന അനന്യ ചാരുതയുള്ള നോവലാണ് ആനന്ദലീല. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് നമ്മൾ മലയാറ്റൂർ പ്രൈസിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് പരമാവധി എല്ലാവരും നല്ല കവറേജ് കൊടുത്ത് ഈ അവാർഡ് എല്ലാവരിലും എത്തിക്കണമെന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.